മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ അംഗമായ പി.ആർ. രാജുവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ പ്രതിഷേധമുന്നയിച്ചുകൊണ്ട് ബാർ അസോസിയേഷൻ ഇന്ന് പ്രൊട്ടസ്റ്റ് ഡേ ആയി ആചരിച്ചു. കഴിഞ്ഞ മാസം 1-ാം തീയതി അഭിഭാഷകനായ പി.ആർ. രാജുവിന്റെ ഓഫീസിലെത്തിയ രാജുവിന്റെ സഹോദരി ഭർത്താവും വസ്തുതർക്കത്തിന്റെ പേരിൽ രാജുവിനെ കയ്യേറ്റം ചെയ്യുകയും ഇതിനെതിരെ അഭിഭാഷകൻ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ സമാധാന ചർച്ചയ്ക്കായി അഭിഭാഷകനെ വിളിച്ചുവരുത്തിയ ഡിവൈഎസ്പി പരാതിയെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാതെ വസ്തുതർക്കത്തെപ്പറ്റി പ്രതിപാദിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ച അഭിഭാഷകനെതിരെ ഡിവൈഎസ്പി കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തു. പരാതിക്കാരനായി ചെന്ന അഭിഭാഷകൻ ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ്. എൻ്റെ സഹോദരി ഭർത്താവ് അളിയനും കൂടി വസ്തുതാമ്പരമായ തർക്കത്തിൽ എൻ്റെ ഓഫീസിൽ വരികയും കഴിഞ്ഞ 1-ാം തീയതി ഓഫീസിൽ വരികയും വളരെ മോശമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയും വേറെ അഭിഭാഷക സുഹൃത്തുക്കളെല്ലാം വന്ന് അവരെ ഒരു നടക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഡിവൈഎസ്പിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ഈ പരാതിയിൽ എന്നെ അവിടെ വിളിപ്പിച്ചു. അന്ന് 5 മണിക്ക് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ വിഷയം പറഞ്ഞ വീട്ടിൽ വന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് 2-ാം തീയതി അവിടെ നോക്കിയിട്ട് 2-ാം തീയതി ഹർത്താലായിരുന്നു. അതിനുശേഷം 3-ാം തീയതി വന്ന് നോക്കി വീണ്ടും 5 മണിക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വസ്തുതർക്കത്തെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. എന്നോട് ഈ ഞാൻ കൊടുത്ത പരാതിയെക്കുറിച്ചോ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചോ സംസാരിക്കാതെ വസ്തുതർക്കത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് വസ്തുവച്ചോടാണോ പണി എന്ന് ഞാൻ ചോദിച്ചു. ഇവിടെയും പുള്ളി കയർത്ത് കണ്ടമാനം അനാവശ്യങ്ങൾ പറഞ്ഞു. ഞാൻ പിന്നൊന്നും പറയാൻ പോയില്ല. ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കാനില്ല എന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ഇരിക്കട അവിടെ നീ എന്നാ പറഞ്ഞതൊക്കെ ചോദിച്ചു വീണ്ടും അസഭ്യങ്ങളും അനാവശ്യങ്ങളും പറയുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യും എന്നുള്ള ഒരു തോന്നൽ വരെ എനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ബാർ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടു. അത് നിയമ നടപടികളായിട്ടും മറ്റുള്ള പ്രശ്ന പരിപാടികളുമായിട്ട് നീങ്ങുകയാണ്. ഇത് തെറ്റായ നീതി നിർവഹണവും അംഗീകരിക്കാൻ കഴിയാത്തതുമായതുകൊണ്ട് ബാർ അസോസിയേഷൻ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡിവൈഎസ്പിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഡിവൈഎസ്പിയെ സ്ഥലം മാറ്റണമെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് NP തങ്കച്ചൻ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ അഭിഭാഷക വൃത്തി നടത്തുന്ന ഒരു അഭിഭാഷകനാണ് പി.ആർ. രാജു. തൻ്റെ മുന്നിൽ വരുന്ന കക്ഷികളോട് യാതൊരുവിധ അപമര്യാദ ആയി പെരുമാറുകയോ അത്തരത്തിലുള്ള ഒരു രീതിയിലും പ്രവർത്തിക്കാതെ വളരെ മാന്യമായ രീതിയിൽ തൊഴിൽ ചെയ്യുന്ന അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നടപടി നമ്മുടെ മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്. ഒരു പരാതി കൊടുത്ത ആളെ പ്രതിയാക്കുന്ന സംഭവം അഭിഭാഷകർക്ക് തന്നെ വളരെ പുച്ഛത്തോട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അഭിഭാഷകരോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കുവാനും അതോടൊപ്പം ഒരു ഡിവൈഎസ്പി ചെയ്യുന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനും അതോടൊപ്പം കുറ്റം ചെയ്ത ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യണമെന്നും അടിയന്തരമായി അദ്ദേഹത്തെ ഈ സെന്ററിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യണമെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രൊട്ടസ്റ്റ് ഡേ മുൻ ബാർ അസോസിയേഷൻ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാജമായെടുത്ത ഒരു കേസായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം അഭിഭാഷകനായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, പക്ഷേ ഏതെങ്കിലും ആരോപണം വന്നാൽ കഴിഞ്ഞാൽ ആ ആരോപണത്തിന് മേൽ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ പോലീസ് ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന പാരമ്പര്യം സ്വാഭാവികമായും ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരം സാഹചര്യത്തിലാണ് രാജു വക്കീലിനെതിരെ പോലീസ് അന്യായമായ രീതിയിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതൊരു അഭിഭാഷക സമൂഹത്തിൻ്റെ മാത്രം പ്രതിഷേധമല്ല, ജനാധിപത്യ വ്യവസ്ഥകൾക്കെതിരെയുള്ള വെല്ലുവിളി എന്ന രീതിയിൽ കിട്ടിയിരിക്കുന്ന അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനേക്കാൾ വലിയ നാവ് അഭിഭാഷക സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഡ്വക്കേറ്റുമാരായ രമേശ്, അജിത് എന്നിവർ പ്രസംഗിച്ചു.